നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ ബിർമിംഗ്ഹാം സിറ്റിയുടെ പരിശീലകനായിക്കൊണ്ട് ഇംഗ്ലീഷ് ഇതിഹാസമായ വെയ്ൻ റൂണി ചുമതലയേറ്റത് കേവലം മാസങ്ങൾക്ക് മുൻപ് മാത്രമായിരുന്നു. അന്ന് അവർ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വെയ്ൻ റൂണിക്ക് കീഴിൽ ബിർമിംഗ്ഹാം നിരവധി മത്സരങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ 20ാം സ്ഥാനത്തേക്ക് അവർ കൂപ്പുകുത്തി. അതിന് പിന്നാലെ ബിർമിംഗ്ഹാമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും റൂണിയെ അവർ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വെയ്ൻ റൂണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുൻ സഹതാരമായിരുന്ന ദിമിത്രി ബെർബറ്റോവ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് കൂടുതൽ സമയം അനുവദിക്കണമായിരുന്നു എന്നാണ് ബെർബറ്റോവ് പറഞ്ഞിട്ടുള്ളത്. റൂണി ഭാവിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമെന്നും ബെർബറ്റോവ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റൂണിയുടെ സ്ഥാനം നഷ്ടമായതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 6ാം സ്ഥാനത്തുണ്ടായിരുന്ന അവർ പിന്നീട് 20ാം സ്ഥാനത്തേക്ക് എത്തി. മോഡേൺ ഫുട്ബോളിൽ റിസൾട്ടിന് മാത്രമാണ് പ്രാധാന്യം. എന്നിരുന്നാലും റൂണിക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കണമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം തന്നെ കാര്യങ്ങളെ മാറ്റിമറിച്ചതിന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം സഹതാപമുണ്ട്. കാരണം നല്ലൊരു പരിശീലകനാവാൻ വെയ്ൻ റൂണി ആഗ്രഹിക്കുന്നു. ഭാവിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരിശീലിപ്പിക്കാൻ റൂണി ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം യുണൈറ്റഡിൻ്റെ പരിശീലകനാകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ എത്ര വലിയ പേരുള്ള വ്യക്തിയാണെങ്കിലും പുറത്താക്കപ്പെടുന്നതിന് അതൊന്നും ബാധകമല്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇതാണ് ദിമിത്രി ബെർബറ്റോവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും സമീപകാലത്ത് വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ടെൻഹാഗിൻ്റെ പരിശീലക സ്ഥാനവും ഇപ്പോൾ തുലാസിലാണ്. അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.